ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ വിവാദം കൂടുതൽ പടരുകയാണ്. കോൺഗ്രസും ബിജെപിയും സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ ആരോപണം കടുപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ലാത്ത തീവെട്ടിക്കൊള്ളയാണ് കഴിഞ്ഞ 9.5 വർഷത്തിനിടയിൽ ശബരിമലയിൽ നടന്നതെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. ദേവസ്വം മന്ത്രിക്ക് തൽസ്ഥാനത്ത് തുടരാൻ യാതൊരു യോഗ്യതയുമില്ലെന്നും ഇപ്പോൾ നടന്നിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേവസ്വം മന്ത്രിക്ക് ഇതിനകത്തൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ സാധ്യമല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും മന്ത്രിക്കും തീർച്ചയായും ഈ കാര്യത്തിലെല്ലാം ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. വിശ്വാസികൾ പറയുന്നത് ഇവർ ഇനിയും തുടർന്നാൽ അയ്യപ്പ വിഗ്രഹം തന്നെ അടിച്ചു മാറ്റുമെന്നാണ് പറയുന്നത്. ആ നിലയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശബരിമല കേന്ദ്രീകരിച്ച് വിശ്വാസത്തെ നശിപ്പിക്കാൻ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുവെന്ന് ഭക്തജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ. അന്വേഷണം CBIക്ക് വിടണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ അംഗങ്ങളും രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന് പുറത്ത് ബന്ധമുള്ള ശക്തികൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഹിന്ദു വിശ്വാസികളുടെ വോട്ട് വാങ്ങി മന്ത്രിയായവർ വിശ്വാസങ്ങളെ തകർക്കുന്ന ഇടപെടൽ നടത്തുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് മഹിളാ മോർച്ച തെരുവിൽ ഇറങ്ങുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത് കളവാണ്, കൊടും കളവാണ്. അതിനടുത്ത ഹിന്ദു വിശ്വാസിയോടുള്ള വെല്ലുവിളിയാണ്. ഈ ഗവൺമെന്റിനെ 6 മാസക്കാലം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊണ്ടുവരുന്നത് ഇവിടുത്തെ വിശ്വാസികളാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസി നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങും. ശബരിമലയെ തകർക്കാൻ ആസൂത്രിത നീക്കമാണ് ഇടത് സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ശബരിമല മാത്രമല്ല ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പരിശോധന ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിമിനൽ കുറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത്, മോഷണമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും സമഗ്രമായ അന്വേഷണമാണ് ഇതിൽ വേണ്ടത്. ഈ വിഷയത്തിൽ ശബരിമലയിൽ മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം. ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കാൻ സർക്കാർ തുനിഞ്ഞാൽ BJP പ്രതിഷേധിക്കുമെന്നും അനൂപ് ആന്റണി പറഞ്ഞു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പത്തനംതിട്ട MP ആന്റോ ആന്റണി പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സംഘാടകർ അമ്പലക്കള്ളന്മാരെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ സുപ്രധാന രേഖകളും വിലപിടിപ്പുള്ള വസ്തുക്കളും സന്നിധാനത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയെന്നും കൃഷ്ണദാസ് ആരോപിച്ചു. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ആറന്മുളയിലെ തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ശബരിമലയിലെ ക്രമക്കേടുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിൽ കൊണ്ടുപോയതിൽ വീഴ്ചയില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. 12 പാളികളാണ് കൊണ്ടുപോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടില്ലെന്നും PS പ്രശാന്ത് പറഞ്ഞു. അതിനിടെ പീഠം വിഷയത്തിൽ പ്രതികരണവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി. പീഠം കാഴ്ചവസ്തുവാക്കി ആരിൽ നിന്നും പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.